ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ മുന്തിരി കഴുകി ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുക്കുന്ന മുന്തിരി സാധാരണ നമ്മൾ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പുളിപ്പുള്ള മുന്തിരിയില്ലേ, അതാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന മുന്തിരി നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാൻ. മുന്തിരിയിലായതുകൊണ്ട് അത്യാവശ്യം നല്ല അഴുക്കുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പും അതുപോലെ മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് കഴുകി ക്ലീനാക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കിലോ മുന്തിരിക്ക് 4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട, അതുപോലെ ഒരു 4 ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ ഒരു 3 ഗ്രാമ്പൂ, ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ വെള്ളം ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മുന്തിരി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് ആ മുന്തിരിയൊക്കെ നന്നായിട്ട് പൊട്ടി ഉടഞ്ഞ് അതിൻ്റെ സത്തൊക്കെ പുറത്തേക്ക് വരുള്ളൂ. അതുപോലെ ആ നിറമൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വരണമെങ്കിൽ കുറച്ച് നേരം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ നന്നായിട്ട് പൊട്ടി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉടച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഏറ്റവും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു 5 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം. ഇതിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട്. അപ്പോൾ ഞാനൊരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1.25 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ. അതിനുശേഷം ഈ പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അതായത് നമ്മുടെ പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. അതുപോലെ തന്നെ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. നമ്മൾ ധൃതി കൂട്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചസാരയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മുടെ ജ്യൂസിനൊക്കെ ഒരു കയ്പ്പ് രസമായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നിറമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു പാകം മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ജ്യൂസ് ചേർക്കുന്ന സമയത്ത് പഞ്ചസാര ഇതുപോലെ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അത് കുഴപ്പമില്ല. നമ്മളിത് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നോളൂ. ഇനി നമുക്ക് തീ ഏറ്റവും ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ ഇതിൻ്റെ നിറമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൽ മധുരമൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക. ഞാനപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിന് തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ജ്യൂസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളറ് കണ്ടോ, നല്ല അടിപൊളി കളറല്ലേ. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാരങ്ങ നീരൊക്കെ നമ്മുടെ പുളിപ്പിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി.
ഞാനിപ്പോൾ ഇവിടെ ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാരങ്ങ നീര് ചേർക്കുമ്പം നമ്മുടെ ജ്യൂസിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസിന് നല്ല കൊഴുപ്പുണ്ട് കേട്ടോ. നമ്മളിത് മിക്സിയുടെ ജാറിൽ അടിച്ചൊന്നും എടുത്തിട്ടില്ല, അല്ലാതെ തന്നെ നല്ല കൊഴുപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കാം. ഇതിന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യം പോലെ എടുത്ത് ഉപയോഗിക്കാം. ഈ ജ്യൂസിന് നമുക്ക് ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആവശ്യം പോലെ വെള്ളം വേണമെങ്കിൽ ചേർത്തിട്ട് യൂസ് ചെയ്യാം. ഇനിയല്ല ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ പഞ്ചസാര അതുപോലെ നാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ വെള്ളം ചേർക്കുമ്പം അതിൻ്റെ പുളിപ്പും അതുപോലെ മധുരമൊക്കെ ഒന്ന് കുറഞ്ഞു വരും. അപ്പം അത് നമ്മുടെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ അടിപൊളി മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.